Hello friends, Technique Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് LG G8X ThinQ ആണ്. അപ്പോൾ ഈ ഡിവൈസ് പഴയതാണ് നിങ്ങൾ ചോദിക്കും. അതെ, പഴയ ഡിവൈസാണ്. ഇൻഫാക്റ്റ് ഓൾമോസ്റ്റ് 1 ഇയർ ബാക്ക് ആണ് ഇത് ഇറങ്ങിയത്. കഴിഞ്ഞ വർഷമാണ് ഇറങ്ങിയത്. ഇത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 855 ഒക്ടകോ പ്രോസസ്സറും വളരെ പവർഫുൾ ആയ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ്. ഡ്യുവൽ സ്ക്രീനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അൺബോക്സ് ചെയ്യണു ഇപ്പോൾ എന്നുള്ള ചോദ്യത്തിന് ഞാൻ പറയാം. ഇത് ആക്ച്വലി ബിഗ് ബില്യൺ ഡേയ്സ്, അതായത് ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സ് സെയിലിൽ 19,999 രൂപയ്ക്കാണ് സെയിലായത്. വളരെ ലിമിറ്റഡ് ഡിവൈസസേ ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്ട് 60,000 1 ലക്ഷത്തിൻ്റെ അടുത്ത് എന്താണ് ഉണ്ടായിരുന്നു. ആദ്യത്തെ സെയിലിൻ്റെ 60,000 ആണ് സെയിൽ ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരു ഡിവൈസ് കിട്ടിയിരിക്കുകയാണ്. ഇത് 19,999 ഇത് പ്രോബ്ലി എൻ്റെ ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് പർച്ചേസാന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ 20,000 രൂപയ്ക്ക് സ്നാപ്ഡ്രാഗൺ 855 ഡുവൽ സ്ക്രീനും അടിപൊളി ക്യാമറ എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 54,000 ആണ്. ഇൻഫാക്ട് 55,000 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് വെറും 20,000 രൂപയ്ക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്ന് ക്വിക്കായിട്ട് ചെയ്യാം. ഇതിൽ എന്തൊക്കെ വരുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് LG G8 ThinQ ഡുവൽ സ്ക്രീൻ വേർഷനാണ്. അപ്പോൾ 6GB റാമും 128GB സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ ക്വിക്ക്ലി ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന 2 സെപ്പറേറ്റ് ബോക്സാണ്. അപ്പോൾ ഫസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ഡിവൈസാണ് LG G8X 6GB റാം 128GB സ്റ്റോറേജ്. ഇത് ഫെസ്റ്റീവ് ലിമിറ്റഡ് എഡിഷനാണ്. ഈ ഫെസ്റ്റീവ് ലിമിറ്റഡ് എഡിഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ചാർജർ വരുന്നില്ല, അതായത് അഡാപ്റ്റർ വരുന്നില്ല, കേബിൾ മാത്രമേ ഉള്ളൂ. ഇതൊരു കോസ്റ്റ് കട്ടിംഗ് ആണ്. പക്ഷേ നമുക്ക് ഏതൊരു അഡാപ്റ്റർ വെച്ച് വേണമെങ്കിൽ ചാർജ് ചെയ്യാം. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിലുള്ള DTS സറൗണ്ട് സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് LGൻ്റെ ഡുവൽ സ്ക്രീൻ ഒരു ആക്സസറിയാണ്, ഒരു കേസാണ്. എൻഹാൻസ് യുവർ G8X എക്സ്പീരിയൻസ് വിത്ത് ഡുവൽ സ്ക്രീൻ. അപ്പോൾ 2 സ്ക്രീനായിട്ട് യൂസ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബോക്സ് തുറക്കാം. മുകളിലൊരു ക്ലോത്താണ്, ക്ലീനിങ് ക്ലോത്താണ്. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് LG G8X ആണ്. അപ്പോൾ ഇതാണ് ഡിവൈസ്. വളരെ ഭംഗിയുള്ളൊരു ഡിവൈസാണെന്ന് വേണ്ടി പറയാം. നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു കോമ്പാക്ട് ഫീൽ ഉണ്ട്. 6.4 ഇഞ്ചസ് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ ഗോറില്ല ഗ്ലാസ് 6 സപ്പോർട്ട് ഉണ്ട്. ബാക്ക് ഗ്ലാസ് ആണ്. ഒരു 13 and 12 മെഗാപിക്സൽ ക്യാമറ കോമ്പിനേഷനാണ് വരുന്നത്. ഫ്രണ്ടിൽ 32 മെഗാപിക്സൽ ക്യാമറയും. ഇതൊരു OLED ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ ഇതിനകത്ത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 855 ഒക്ടകോ പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ 6GB റാമും 128GB സ്റ്റോറേജുമാണ് വരുന്നത്. 4000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. അതേപോലെ തന്നെ Android 9 ആയിരുന്നു കഴിഞ്ഞ വർഷം വന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ വേർഷനിൽ Android 10 ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയാം. പിന്നെ ബോക്സിനകത്ത് വരുന്നത് വേറൊരു കേസാണ്. ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് വരുന്നത് ഒരു കേസാണ്, ഒരു TPU കേസാണ്. പിന്നെ മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും ഒരു സിം ഇജക്ടർ പിന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു കേസാണ്, സ്റ്റാൻഡേർഡ് TPU കേസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ചാർജിങ് കേബിൾ ഉണ്ട്. സ്റ്റാൻഡേർഡ് ചാർജിങ് കേബിളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അഡാപ്റ്റർ ഇല്ലെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ഒരു ഇയർഫോണാണ്. ആക്ച്വലി ഇയർഫോൺ സ്കിപ്പ് ചെയ്തില്ല, നല്ലൊരു ക്വാളിറ്റി ഇയർഫോണാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഇയർഫോണും പിന്നെ അഡീഷണൽ ഇയർ ടിപ്സും കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ആസ്പെക്റ്റാണ്. പിന്നെ നമുക്ക് ചാർജറില്ല. ചാർജറിൻ്റെ പൊസിഷൻ ബ്ലാങ്ക് ആയിട്ട് വിട്ടിരിക്കുകയാണ്. ചാർജറാണ് ഇതിനകത്ത് മിസ്സിങ്. ഈ സ്പെഷ്യൽ എഡീഷൻ ഫെസ്റ്റീവ് എഡീഷനാണ്. ബിഗ് ബില്യൺ ഡേയ്സിൽ വന്നതാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യം കൂടെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഡ്യുവൽ സ്ക്രീനും കൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഡ്യുവൽ സ്ക്രീന് ഞാൻ ജസ്റ്റ് ഒന്ന് തുറക്കാം. ഡ്യുവൽ സ്ക്രീനും OLED ഡിസ്പ്ലേ ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. അപ്പോൾ ഇതാണ് ഡ്യുവൽ സ്ക്രീൻ. ഇതുണ്ടല്ലേ ഡ്യുവൽ സ്ക്രീനിൻ്റെ പ്രത്യേകത. ഡ്യുവൽ സ്ക്രീൻ എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ആക്സസറിയാണ്. ഇതിനകത്തൊരു ഡിസ്പ്ലേയും ഒരു കേസുമാണ്, ഒരു ഫ്ലിപ്പ് കേസാണ്. അപ്പോൾ ആക്സസറി ആയിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് ബൂട്ട് ചെയ്തിട്ട് ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ പറയും. ഇതിനകത്തൊരു മാഗ്നറ്റിക് ചാർജിങ് മെക്കാനിസം ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചെല്ലാം പറയാം. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ LG G8X ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് വരുന്നത് 6.4 ഇഞ്ച് OLED ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ കണ്ടില്ലേ, വളരെ നല്ല ഡിസ്പ്ലേ ആണ്, നല്ല കളർഫുള്ളാണ്. പ്രത്യേകിച്ച് LGൻ്റെ ഡിസ്പ്ലേസ് എപ്പോഴും നല്ലതാണ്. നല്ല ക്വാളിറ്റി ഓഫർ ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. OLED ഡിസ്പ്ലേ ആണ്. ഒരു നോച്ച് ഉണ്ട്. 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഓവറോൾ ഡിസൈൻ ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ പവർ ആൻഡ് വോളിയം കീസ് ലെഫ്റ്റ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ആക്ച്വലി പവർ ബട്ടൺ റൈറ്റ് സൈഡിലാണ്. പിന്നെ അവിടെ വോളിയം കീസാണ് വരുന്നത്. സിം ട്രേ പ്രോബ്ലി ടോപ്പിലാണ്. താഴത്ത് നമുക്ക് കിട്ടുന്ന USB Type-C പോർട്ടും 3.5mm ഓഡിയോ ജാക്കും ഉണ്ട്, ഇൻക്ലൂഡറാണ്. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് സ്പീക്കറാണ്. അപ്പോൾ ഇത്രയാണ് ഹാർഡ്വെയർ ആസ്പെക്റ്റ് പറയുന്നത്. പിന്നെ ബാക്കിൽ ക്യാമറ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. LG G8X എന്നുള്ള ബ്രാൻഡിങ്ങും കാണാം, LED ഫ്ലാഷും കാണാം. 12 മെഗാപിക്സൽ പ്രൈമറി ക്യാമറയും ഒരു അൾട്രാ വൈഡ് ആംഗിൾ 13 മെഗാപിക്സൽ ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സോഫ്റ്റ്വെയർ നോക്കാം. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് സിസ്റ്റം പോവാം, എബൌട്ട് ഫോൺ,
നമുക്ക് കാണാം ആൻഡ്രോയിഡ് 10 ആണ് വരുന്നത്. കഴിഞ്ഞ വർഷം 9 ആണ് വന്നത്, പക്ഷേ ഇത്തവണത്തെ വരുന്ന ഡിവൈസസിൽ ആൻഡ്രോയിഡ് 10 ബൈ ഡീഫോൾട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ വരുന്നത് LGൻ്റെ ഒരു കസ്റ്റം UI ആണ്. പിന്നെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഒക്കെ കാണാം. അപ്ഡേറ്റ് സെൻറ്ററിൽ ആക്ച്വലി അപ്ഡേറ്റ്സ് ഇപ്പോൾ ഓൾറെഡി ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഫോൺ ബൂട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പം UI ഒക്കെ ഒരുവിധം നല്ല UI ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന UI ആണ്, നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. നമ്മൾ കുറച്ച് കാലമായിട്ട് LG യൂസ് ചെയ്തിട്ടില്ല, എങ്കിലൊരു റിഫ്രഷിങ് ചേഞ്ച് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതായിരുന്നു ഡിസ്പ്ലേ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ നല്ലൊരു ഗ്ലാസ് ഫിനിഷിംഗ് ഒക്കെയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ കവറും കേസും എന്ന് പറയാം. അപ്പോൾ ഡുവൽ ഡിസ്പ്ലേ. അപ്പോൾ നമ്മൾ തുറക്കുമ്പോൾ ഇവിടെ ഒരു USB Type-C പോർട്ടും ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡുവൽ ഡിസ്പ്ലേ എന്ന് വരുന്നത്. നല്ലൊരു ഫിനിഷ്, ഹാർഡ് പ്ലാസ്റ്റിക് ഫിനിഷാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊന്ന് ഇടാം. അകത്ത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാം, ഇതുണ്ടല്ലേ, ടേൺ ഓൺ ഡ്യുവൽ സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്യുവൽ സ്ക്രീൻ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഡ്യുവൽ സ്ക്രീൻ ഞാൻ ടേൺ ഓൺ ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ ടേൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡ്യുവൽ സ്ക്രീൻ വന്നു. അപ്പോൾ ഇതാണ് ഡ്യുവൽ സ്ക്രീൻ. അപ്പോൾ ഇവിടെ ഒരു നോച്ച് പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് നോച്ചല്ല ആക്ച്വലി, എങ്കിലും നോച്ച് പോലെ വരുന്നുണ്ട്. ഇവിടെ 32 MP ക്യാമറയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ആപ്പ് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ക്യാമറ എടുക്കാം. അങ്ങനെ ഡുവൽ മൾട്ടി ടാസ്കിങ് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിവിടെ ഫേസ്ബുക്ക് എടുക്കാം, ഇവിടെ വാട്സാപ്പ് എടുക്കാം, അങ്ങനെ പല ഓപ്ഷൻസ് വേണം, ഗാലറി എടുക്കാം. അങ്ങനെ ഇതിനകത്ത് സോഫ്റ്റ്വെയർ ഇതിന് ഡുവൽ സ്ക്രീന് വേണ്ടി ഒപ്റ്റിമൈസ്ഡ് ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഡുവൽ സ്ക്രീൻ രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം, രണ്ട് പ്രോപ്പർ സ്ക്രീനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് മൂവീസ് കാണി ഇങ്ങനെ വെച്ച് കാണാം, കാരണം ഇതൊരു സ്റ്റാക്ക് പൊസിഷനിൽ വെച്ചിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാം, സ്ക്രീൻ നോക്കി ടൈപ്പ് ചെയ്യാം. അങ്ങനെ പല യൂസ് കേസസ് ഉണ്ട്. മൂവി കാണാൻ ഗെയിം പാഡായിട്ട് വേണം യൂസ് ചെയ്യാം. ഇത് ഫോർ എക്സാമ്പിൾ ഇത് ഗെയിം പാഡായിട്ട് യൂസ് ചെയ്യുക, ഇത് ഗെയിം ഡിസ്പ്ലേ ആയിട്ട് യൂസ് ചെയ്യുക. അങ്ങനെ പല യൂസ് കേസസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ വളരെ നല്ലൊരു ഓപ്ഷനാണ് ആക്ച്വലി. നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ടൈമും ഡേറ്റും ബാക്കി ഡീറ്റെയിൽസൊക്കെ കാണാം. LG ഡുവൽ സ്ക്രീൻ കാണാം. നമുക്ക് ഇവിടെ ഫ്ലിപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് സ്ക്രീനും തുറക്കുന്നതാണ്. നമ്മളിങ്ങനെ ഫ്ലിപ്പ് ചെയ്താലൊക്കെ അതിനനുസരിച്ച് ഡുവൽ സ്ക്രീനും ഫ്ലിപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് LG G8Xൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ. നമുക്ക് ക്യാമറയും കൂടെ നോക്കാം. അപ്പോൾ ക്യാമറയിൽ നമുക്ക് റെഗുലർ ക്യാമറയിൽ കാണുന്ന മാതിരി എല്ലാ ഓപ്ഷൻസും തന്നെ ഇൻക്ലൂഡഡ് ആണ്. 4K വീഡിയോ ഉണ്ട്, പിന്നെ 12 MP അൾട്രാ വൈഡ്, 13 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 12 MP പ്രൈമറി ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ നമുക്കിവിടെ ഒരു കട്ട് കാണാം, 3.5 mm ഓഡിയോ ജാക്കിൻ്റെ ഒരു സ്പീക്കറിൻ്റെയും കട്ട് കാണാം. ഇപ്പോൾ ചാർജിങ്ങിന് ഒരു സെപ്പറേറ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്, ഒരു ചാർജിങ് പിന്ന് ഉണ്ട്, ഒരു USB Type-C ടു ചാർജിങ് പിന്നാണ്. അപ്പോൾ ഇതൊരു മാഗ്നറ്റിക് മെക്കാനിസമാണ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മളിത് വലിച്ചിങ്ങ് ഊരിയെടുത്താൽ മതി. മാഗ്നറ്റിക് ആണ്, നല്ല സ്ട്രോങ് മാഗ്നറ്റ്, അതുകൊണ്ട് പെട്ടെന്നൊന്നും ഊരിപ്പോകത്തില്ല. നല്ല സ്ട്രോങ് മാഗ്നറ്റിക് മെക്കാനിസം. ഇവിടെ നമുക്ക് USB Type-C പോർട്ടാണ്. അപ്പോൾ ചാർജർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ചാർജർ മേടിച്ചിട്ട് യൂസ് ചെയ്യേണ്ടി വരും. കാരണം ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ചാർജർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും 18 watt ചാർജറോ അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് ഉള്ള ഏതെങ്കിലും PD ചാർജിങ് ഉള്ള ചാർജർ നമുക്ക് മേടിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ മേടിക്കാൻ കാരണം ഇത് 20,000 രൂപ ആയതുകൊണ്ടാണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 54,500 രൂപ എന്താണ് ഒഫീഷ്യൽ പ്രൈസിങ്. അപ്പോൾ ഇതായിരുന്നു LG G8Xൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ വീഡിയോ. പിന്നെ ഇതിനെക്കുറിച്ച് ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഫാസ്റ്റ് ചാർജർ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏതെങ്കിലും ചാർജർ നമുക്ക് മേടിക്കാമെന്ന്. അപ്പോൾ ഇതായിരുന്നു LG G8Xൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. Thanks for watching. Hope to see you in our next video. Have a great day.